നാലാഴ്ച പിന്നിടുകയാണ് അമേരിക്ക ഇറാൻ തമ്മിലുള്ള യുദ്ധം. ഇതിനിടയിൽ 10 ദിവസം അവധി ചോദിച്ച അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രഹരം ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ നാടകങ്ങളൊന്നും ഇറാന്റെ മുന്നിൽ വില പോകില്ല. അതിന് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് അമേരിക്കയെ തളർത്തുന്നതുമായിരിക്കും. എന്തായാലും അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം നൽകി ഇറാന്റെ വമ്പൻ ആക്രമണമാണ് ഗൾഫ് രാജ്യങ്ങളിലെ താവളങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെ പിടിവിടാതെ ഇറാന്റെ ആക്രമണം നടക്കുകയാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 84ാമത് തരംഗത്തിന്റെ തുടർച്ചയായിട്ട് അൽ ഷുബൈക്ക് തുറമുഖത്തും ദുബായ് ബീച്ചുകളിലും കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാന്റെ ആക്രമണം നടക്കുന്നത്. ഇത് IRGC നാവികസേന ഉദ്ധരിച്ച് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് യുദ്ധമുഖത്തെ വിഷാദ രോഗികളായിട്ടുള്ള അമേരിക്കൻ സൈനികരെയും അവരുടെ തന്ത്രപരമായിട്ടുള്ള ഉപകരണങ്ങളെയും ആക്രമിച്ചത് ലക്ഷ്യം കണ്ടു എന്നതാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ആലോചിച്ച് നോക്കിക്കേ, ഈ 10 ദിവസം അവധിയെടുത്ത് അല്ലെങ്കിൽ തന്റെ സൈനികരെയും യുദ്ധോപകരണങ്ങളെല്ലാം സജ്ജമാക്കാൻ പോയ അമേരിക്ക ഒരു നാടകം കളിച്ചാണ് ഈ 10 ദിവസത്തെ അവധി ചോദിച്ചത്. അതിനിടയിൽ ഈ ഒരു തിരിച്ചടി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് അവരുടെ നെഞ്ചിലേറ്റിയ വലിയൊരു ആഴത്തിലുള്ള മുറിവായി മാറിയിരിക്കുകയാണ്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസിനും അല്ലെങ്കിൽ അമേരിക്കൻ സ്ഥാപനങ്ങൾക്കും അവരുടെ ഈ തന്ത്രപ്രധാന താവളങ്ങൾക്കൊക്കെ നേരെ ഈ ഇറാന്റെ ആക്രമണം തുടരെ ഉണ്ടാകുന്നത് വല്ലാതെ അമേരിക്കയെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. എന്തായാലും ഈ കാര്യം നടക്കുമ്പോൾ തന്നെ മനസ്സിലായി യുദ്ധം അവസാനിക്കുന്നില്ല എന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഖാദർ 380 ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ഒരു ഓപ്പറേഷനിൽ അൽ ഷുവൈക്ക് തുറമുഖത്ത് 6 അമേരിക്കൻ ലാൻഡിംഗ് 1 ക്രാഫ്റ്റ് യൂട്ടിലിറ്റി ആക്രമിക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. ഫീൽഡ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധക്കപ്പലുകളിൽ 3 എണ്ണം ഇടിച്ചതിന് ശേഷം കടലിൽ മുങ്ങിയെന്നും ബാക്കിയുള്ളവ കത്തിക്കരിയുകയാണ് എന്നുമാണ് ഇറാന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രത്തോളമാണ് ഇപ്പോൾ കടലിലും കരയിലും ഈ പറയുന്ന അമേരിക്കയുടെ എല്ലാ സന്നാഹങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് തുടരെ ആക്രമണം ഉണ്ടാവുകയാണ്. എന്നാൽ ഈ 10 ദിവസത്തെ അവധിയൊക്കെ വേണമെന്ന് പറഞ്ഞ് ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പോയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇറാൻ വീണ്ടും അവിടെ ഒരു ആക്രമണം ഇങ്ങനെ ഒരു കടുത്ത രീതിയിൽ ഉണ്ടാക്കുമെന്നുള്ളത്. കാരണം ഈ 10 ദിവസത്തെ അവധി പറഞ്ഞിട്ട് പോകുന്നതിനിടയിൽ തന്നെ ട്രംപ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി നിങ്ങൾ യുദ്ധം തുടരുകയാണെങ്കിൽ അതിലും ഇരട്ടി പ്രഹരം നിങ്ങൾ കേൾക്കേണ്ടി വരും, നിങ്ങൾ കരയേണ്ടി വരുമെന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും എന്തായാലും ഇറാന്റെ മുന്നിൽ വില പോകില്ല. ഈ അമേരിക്കയുടെ പൊള്ളയായിട്ടുള്ള വിരുദ്ധ പരാമർശങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പണ്ടേ ഈ ഇറാൻ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 10 ദിവസം അവർക്ക് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് ഇറാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇറാന്റെ കാര്യങ്ങൾ നോക്കി അവർക്ക് എന്താണോ വേണ്ടത് അത് നോക്കി ഓരോ ദിവസവും യുദ്ധം തൊടുത്തു പിടിക്കുകയാണ്. ഇതെല്ലാം നടക്കുമ്പോൾ ഈ ബീച്ചിലെ അമേരിക്കൻ ഡ്രോൺ യൂണിറ്റിലെ സൈനികരുടെ ഒത്തുചേരൽ കേന്ദ്രങ്ങൾക്കും ദുബായിൽ അവർ താമസിക്കുന്ന ഒരു ഹോട്ടലിന് നേരെ ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഈ ഒരു കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് ആക്രമിച്ചതായിട്ടും ഈ പറയുന്നത് പോലെ തന്നെ IRGCയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, എവിടൊക്കെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് തെരഞ്ഞു പിടിച്ച് വളരെ കൃത്യതയോടെ അവിടേക്ക് ഒരു ലക്ഷ്യസ്ഥാനം വഹിച്ചുകൊണ്ടാണ് അവരുടെ ഈ ഒരു ആക്രമണം പൂർത്തിയായത്. അപ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് വീണ്ടും അമേരിക്ക ഭയപ്പെടുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് വളരെയധികം ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് ഈ പറയുന്ന ട്രംപ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു മോഹം മാത്രമാണുള്ളത്. ഇതിനിടയിലും വെല്ലുവിളികൾക്ക് ഒരു കുറവുമില്ല എന്നാണ്. എന്തായാലും ഈ ഓപ്പറേഷനിൽ തന്ത്രപരമായിട്ടുള്ള കപ്പലുകൾ മുങ്ങിയതിനു പുറമെ ധാരാളം അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടു എന്നതാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. നോക്കിക്കേ, അടിക്ക് തിരിച്ചടി എന്നുള്ള ഒരു മറുപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇറാന്റെ ഈ ആക്രമണത്തിൽ വീണ്ടും അവിടുത്തെ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശങ്കാഭരിതമായിട്ടുള്ള ഒരു വാർത്തയാണെന്ന് നോക്കിക്കേ. ഈ പറയുന്ന ട്രംപിന് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ഇന്ന് ഈ ഒരു കപ്പലുകൾ ആക്രമണം നടത്തുകയും ലോകം ഇങ്ങനെ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതും ഇത്രയും സൈനികർ കൊല്ലപ്പെടാൻ ഒരു കാരണമായി തീർന്നതും ട്രംപിന്റെ ഒരു കാര്യം കൊണ്ടാണ്. ട്രംപിന്റെ ഈ പറയുന്നത് പോലെ തന്നെ വളരെ ബുദ്ധിയോടെ ചെയ്ത് ഇസ്രായേലിന് കൈമാറിയ അനുമതിയിലൂടെ ഇറാനിന്മേൽ നടത്തിയ ആക്രമണമാണ് ഇന്ന് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും ചിന്തിച്ച് കാണും ഇതിന്റെ അവസ്ഥ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നി. കാരണം അത്രയേറെ ആശങ്ക പുറത്ത് പറയുന്നില്ലെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ
എങ്ങനെയെങ്കിലും കരകയറാൻ നോക്കുന്ന ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ട്രംപിനെ കളിയാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ പോലും തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇറാനുമായിട്ട് യുദ്ധം ആരംഭിച്ച ശേഷം അമേരിക്കൻ ഭാഗത്തുണ്ടാകുന്ന വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. 10 വർഷം യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ സൈന്യം പരസ്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ വ്യക്തമാക്കും, കാരണം അവർ കൊണ്ടും കൊടുത്തും വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്, ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള യുദ്ധങ്ങൾ വന്നാലും അതിനെ നേരിടാൻ അവർ സന്നദ്ധരാണ് എന്നതാണ് ഇറാന്റെ മറ്റൊരു കരുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷം വരെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഇറാൻ പറയുമ്പോൾ ഇറാന്റെ പക്കലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊക്കെ ഡ്രോണുകൾ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സൈനികർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, ഇറാനിൽ സൈനികരെ തെരഞ്ഞെടുക്കുകയാണ്, 10 ലക്ഷം സൈനികർ വരികയാണ്. എന്തുകൊണ്ടാണ് 10 ലക്ഷം സൈനികർ ഒറ്റയടിക്ക് വരുന്നത്? അവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് അവിടുത്തെ രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജ്യസ്നേഹത്തോടെ ഇണങ്ങി നിൽക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ ആഴത്തിലുള്ള ഒരു ആത്മാർത്ഥതയാണ്. കാരണം അത്രയേറെ ആ രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാരാണ്, 10 ലക്ഷം പൗരന്മാരാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിനും തയ്യാർ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും സ്വീകരിക്കാൻ, ഞങ്ങൾ മരണത്തെ പോലും ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല, അതിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, മരിക്കേണ്ടി വന്നാൽ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞാണ് ഈ സൈനികർ രംഗത്തെത്തുന്നത്. അമേരിക്കൻ സൈനികരെ സംബന്ധിച്ച് ഇതവരുടെ ചങ്കടിപ്പിക്കുന്ന പ്രതികരണം തന്നെയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരെ അമേരിക്കയുമായും ഇസ്രയേലുമായിട്ടും മറ്റു രാജ്യങ്ങൾ സഖ്യങ്ങൾ ചേർന്നാലും ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിനായിട്ട് അമേരിക്കയും ഇസ്രയേലും ചെങ്കടൽ ഉപയോഗിക്കാൻ തുനിഞ്ഞാലും ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് ഹൂത്തികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഹിസ്ബുള്ള ഉണ്ടായിരുന്ന, ഇപ്പോൾ ഹൂത്തികൾ രംഗത്തെത്തുകയാണ്. ഹൂത്തികളെ സംബന്ധിച്ച് നമുക്കറിയാം, ചെങ്കടലിൽ ഒളിച്ചിരുന്നു കൊണ്ട് ആക്രമണം നടത്തുന്ന അതിശക്തിയായിട്ടുള്ള ഒരു ടീമാണ് ഹൂത്തികൾ എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയും അതേ പാത സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഹിസ്ബുള്ള ഹൂത്തികളും എല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഏകദേശം ഒരു വലിയൊരു ചാരമാകുമെന്നതിൽ സംശയമില്ല. കാരണം അത്രയേറെ പ്രശ്നങ്ങൾ ഇന്ന് അമേരിക്കയ്ക്കുണ്ട്. നേരത്തെ ലോകശക്തി, ലോക പോലീസ് എന്ന് പറഞ്ഞു, അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ആ വാക്കൊന്നും പറയാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് ലോകത്തിന് മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ഇത്രയും യുദ്ധം ചെയ്തിട്ട് എങ്ങനെയാണ് ആ ഒരു പദവി ഇനി അവർക്ക് കൊടുക്കുക? അല്ലെങ്കിൽ ഒരു സമാധാന നോബലൊക്കെ ആഗ്രഹിച്ച് നടന്ന ഒരാളാണ് ഈ പറയുന്ന ട്രംപ്. ഇനി അദ്ദേഹത്തിന് അത് കിട്ടേണ്ട ഒരാവശ്യവുമില്ല. കാരണം അത് ഓൾറെഡി കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്ത് ഈ പലസ്തീനിലൊക്കെ നടന്ന കൂട്ടക്കൊലയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അമേരിക്ക ഏകദേശം ഒരു യുദ്ധത്തിലൊക്കെ പിന്മാറി, ഒരു പതുങ്ങി, ഇനി യുദ്ധമൊന്നും വേണ്ട, അതിൽ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞു. ട്രംപിനാണ് ഏറ്റവും കൂടുതൽ ഭയം. പക്ഷെ ട്രംപിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് അസാധ്യ വെല്ലുവിളികളാണ്. എന്തായാലും ഹൂത്തികൾ യുദ്ധമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം സ്തംഭിക്കാനാണ് സാധ്യത. അവിടെ ഈ പറയുന്നത് പോലെ തന്നെ കപ്പൽ സ്തംഭിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം ഇരുട്ടിലാകും എന്നതിൽ സംശയമില്ല. അതിന്റെ കാരണക്കാരൻ അമേരിക്ക തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഊന്നി പറയേണ്ടത് അമേരിക്ക മാത്രമാണെന്നാണ്. കാരണം ഈ 3ാം ഘട്ട ചർച്ച നടന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട് ഇസ്രായേലിനുമായിട്ടൊരു സംയുക്ത ആക്രമണം അമേരിക്ക നടത്തി? അമേരിക്കയ്ക്ക് ആ ആക്രമണം നടത്തേണ്ട ഒരാവശ്യമില്ല. 4ാം ഘട്ട ചർച്ച നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും എന്നുള്ള രീതിയിലേക്ക് പോയപ്പോൾ 3ാം ഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് കുറച്ച് ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ, ഞങ്ങളാണ് വലുത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ സാധനങ്ങളുണ്ട്, ഞങ്ങൾ ഇപ്പോൾ പിടിച്ചടക്കുന്നു പറഞ്ഞിട്ട് ട്രംപ് സംയുക്തമായിട്ടൊരു ആക്രമണം നടത്തി. ഇന്ന് ലോകം ആ ഒരു ആക്രമണത്തെ നോക്കി കാണുന്നത് വളരെ ദയനീയമാണ്. അതായത് അങ്ങോട്ട് പോയി അടി മേടിച്ചു എന്നുള്ള രീതിയിൽ അമേരിക്ക മാറിക്കഴിഞ്ഞു. എന്തായാലും ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതോടെ കൂട്ടത്തോടെയാണ് ഇറാന്റെ മിസൈലുകൾ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കൻ താവളങ്ങളിലേക്കും വീണുകൊണ്ടിരിക്കുന്നത്. വൻ നാശനഷ്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിലും ഉണ്ടാകുന്നത്. അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തലിനെ മുഖവിലക്കെടുക്കാതെയാണ് ഇറാൻ ആക്രമണം തുടരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം 5 ദിവസത്തെ കണ്ടതാണ്, സമാധാന ചർച്ചയിലെ ആദ്യം തൊട്ടേ കണ്ടതാണ് ഈ പറയുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയൊക്കെ നിലപാട്. ഈ നിലപാട് അവർ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളത് ഇറാൻ നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ യുദ്ധം ഇറാന്റെ ഭാഗത്തുനിന്ന് ഓരോ ദിവസം കഴിയുന്തോറും ഉണ്ടാവുന്നത്. എന്തായാലും സമാധാന ചർച്ച നടക്കുമ്പോൾ തന്നെ ഇറാൻ പരമോന്നത നേതാവിനെ വധിച്ചാണ് ഇറാൻ അമേരിക്കയ്ക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാക്കിയിരുന്നത്. അമേരിക്ക ഇനി കരയുദ്ധത്തിന് വന്നാൽ നേരിടാനായിട്ട് വലിയ ശവക്കുഴികളും അമേരിക്കൻ സൈനികർക്കായിട്ട് ഇറാൻ റെഡി
റെഡിയാക്കി നിർത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ, ആക്രമണം ഒരു വശത്ത് നടക്കുമ്പോൾ യുദ്ധക്കൊതിക്ക് നഷ്ടം ഈടാക്കാനുള്ള ശ്രമവും ഇറാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയത്തിൽ നാഡി പോലെ പ്രവർത്തിക്കുന്ന ഒരു കടൽപാതയുണ്ട് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ തന്നെ വലിയൊരു ശതമാനത്തിലുള്ള ഒരു സാമ്പത്തിക ലാഭവും ഈ പറയുന്ന ഇറാൻ കൊയ്യുന്നുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു കാര്യം ഉറപ്പാണ്. കാരണം ഏത് യുദ്ധത്തെയും നേരിടാൻ അവർ തയ്യാറാണ്. കാരണം ആദ്യം തൊട്ടേ, അവർ പണ്ട് തൊട്ടേ ഈ യുദ്ധമൊക്കെ കണ്ടും കൊടുത്തും വാങ്ങിയൊക്കെ വന്നതാണ്. അത് മാത്രമല്ല, അവർ പിടിച്ചു നിന്ന ഒരു രാജ്യമാണ്, ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ ഇത്തരം ഈ പറയുന്നത് പോലെ സംയുക്തമായിട്ട് ഇസ്രയേലും ചേർന്ന് ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിനെയൊക്കെ ഒരു പുല്ല് പോലെ എടുത്ത് കളയാനുള്ള രീതിയൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ഇറാൻ അറിയാം എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇറാന്റെ ഈ 10 ലക്ഷം വരുന്ന സൈനികരും കൂടി ചേർന്ന് വലിയൊരു പട അവിടെ ഉണ്ടായി. വലിയ തീരുമാനങ്ങളും ഈ നിശ്ചയദാർഢ്യത്തോട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ നിർണായകമായിരിക്കും അതൊക്കെ. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയപ്പെടുത്തും. അമേരിക്ക അവിടെ അടിച്ചു, ഇവിടെ അടിച്ചു, അവരെ നഷ്ടപ്പെട്ടു, ഇവിടെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇപ്പൊ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ പ്രഹരം ഇരട്ടി അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടുത്തെ സൈനികർ കൊല്ലപ്പെടുന്നതൊന്നും എന്തായാലും ഇതുവരെ അമേരിക്ക തുറന്നു പറഞ്ഞിട്ടില്ല. കാരണം അതവർക്ക് നാണക്കേടാണ്. എന്നിരുന്നാലും വെല്ലുവിളികൾക്ക് ഒരു കുറവുമില്ല. പക്ഷെ ആ വെല്ലുവിളിക്കുന്ന ഈ ട്രംപിന് ജനവിരുദ്ധമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ നേരെ തിരിയുകയാണ്. അപ്പം ഈ അടുത്തൊരു ഇലക്ഷൻ, നവംബറിൽ നടക്കുന്ന ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഒരു കസേര തെറിക്കുമെന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന യുദ്ധം അതികഠിനമായി പോവുകയാണ്. ഇറാനെ കീഴ്പ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നില്ല. അത് ഇറാന്റെ വലിയ വിജയം തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഇപ്പോൾ ഈ രണ്ട് ശക്തികൾക്കുമെതിരെ വലിയ പ്രഹരമേൽപ്പിച്ചപ്പോൾ ഈ പറയേണ്ടി വരുന്നത് ഈ ലോകശക്തിയായിട്ട് ഇറാൻ മാറുമോ എന്നുള്ളതാണ്.